സോറിയാസിന് ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. തെറ്റായ ജീവിത രീതി, അതേപോലെ തന്നെ ഭക്ഷണശൈലി, ജങ്ക് ഫുഡ്സിന്റെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗം, അതേപോലെ തന്നെ പുകവലി, മദ്യപാനം, പിന്നീട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന തകരാറുകൾ, അതേപോലെ തന്നെ പാരമ്പര്യം, ഇതൊക്കെ ഈ പറയുന്ന പോലെ സോറിയാസിന്റെ കാരണങ്ങളാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വലി കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യാറുള്ളത്. അതിന് ആവശ്യാനുസരണം മരുന്ന് അകത്തോട്ട് കഴിക്കാൻ കൊടുക്കും. പഞ്ചകർമ്മ ചികിത്സകൾ, ഈ പറയുന്നത് പോലെ വിരേചനം, വമനം, അല്ലെങ്കിൽ അഭ്യംഗം, ധാര, ഈ ചികിത്സകൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യാനും നമ്മൾ ഇവിടുന്ന് നിർദ്ദേശിക്കാറുമുണ്ട്. പിന്നീട് യോഗ, മെഡിറ്റേഷൻ പോലുള്ള പ്രാക്ടീസസ് ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ മനസ്സിനെ ശാന്തമാക്കാനും കഴിയുന്നതുമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയും പിന്നീട് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള റെസ്റ്റ്, കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഒക്കെ ചെയ്യുന്നവരിൽ ഞങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷം സോറിയാസിസ് തിരിച്ചു വരാറില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.